ഇതായിട്ടാ പണയം വെക്കാൻ വേണമെന്ന് പറഞ്ഞ് ചെയ്യണേ. അല്ല, അമ്മ എപ്പോഴും ഡിസ്ചാർജ് ആവാ? ഇന്ന് വൈകിട്ടാവണോ? പിന്നെ സോറി കേട്ടോ, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഒന്നും സാരമില്ല. പിന്നെ ഏട്ടനെ വിളിച്ച് കിട്ടാണ്ട് കോൺട്രാക്ടർ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട് പണിക്കുള്ള പൈസ ഇനിയും കൊടുത്തില്ലെങ്കിൽ പണി നിർത്തിവെക്കേണ്ടി വരുന്ന മൂപ്പര് പറഞ്ഞത്. ഇപ്രാവശ്യം വീട് പണി തീർക്കാൻ വിചാരിച്ചാ, അതിനിടയിൽ അമ്മയ്ക്ക് അസുഖം വന്ന ഐസിയിലായി. ഇപ്പൊ വീട് പണിക്കുള്ള പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ ചെലവായിടും. അതും തയ്യായിട്ട് തന്നോട് ഗോൾഡ് വാങ്ങിയത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ. എടാ, ഇനിയിപ്പോ ഞാൻ മാസം മാസം അതിനും പൈസ അടയ്ക്കണോ? അതിനത്ര ചെലവൊന്നും ഇല്ലല്ലോ. മാസം 800-1000 രൂപ മുതലുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. പ്രവാസി ആയതുകൊണ്ട് തന്നെ 18% GST അടയ്ക്കണ്ട. പിന്നെ 25% വരെ വേറെയും ഡിസ്കൗണ്ട് ഉണ്ട് അത്രേ. നമ്മുടെ സീമേജിന്റെ മോൻ ഗൾഫിലല്ലേ, അമ്മന്റെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരാ എന്നോട് ഇന്നലെ ഈ കാര്യം പറഞ്ഞത്. അല്ലടാ, അവര് ഏത് കമ്പനിയുടെ പ്ലാൻ എടുത്താന്ന് ചോദിച്ചോ? അവര് പോളിസി എടുത്ത് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയ 51-ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതിപ്പോ ഞാനൊന്ന് എടുത്താൽ തന്നെ ഗൾഫിൽ പോയാൽ പിന്നെ ക്ലെയിമിന്റെ കാര്യത്തിലൊക്കെ നീ തന്നെ ഉടനല്ലേ ഈ കുഞ്ഞിനെ വെച്ചിട്ട്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം നമുക്ക് കിട്ടും. ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തണം. അതുകൊണ്ട് ഈ വീട് പണി ഇങ്ങനെ നീണ്ടു പോകണം. ഇനി എന്നാണ് വാടക വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് മാറാൻ പറ്റുക? എന്തായാലും നീ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് തീർക്കേണ്ടി വരും. എന്നാ പിന്നെ വേഗം തന്നെ എടുത്തോ, ലിങ്ക് ബയോയിലുണ്ട്.